ഇന്നുണ്ടാക്കാൻ പോകുന്നത് വേറെ ഒരു ആളിൻ്റെ ചാനലിൽ നമ്മൾ അതേ കണക്ക് വെച്ച് നോക്കുമ്പോൾ കൊള്ളാം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അതിന് എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇഞ്ചി ഇച്ചിരി 2 എണ്ണം മതി. ഓക്കെ, ഞാൻ ഇപ്പോൾ 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. മുളക് പൊടി. ഓക്കെ, ചിലപ്പോൾ അതിൽ നിന്ന് ചെറിയ വ്യത്യാസം കാണുമായിരിക്കും, ക്ഷമിക്കുക കേട്ടോ. പിന്നെ വേണ്ടുന്നത് ഗരം മസാല. ചെറിയ വ്യത്യാസം കാണും കേട്ടോ. മല്ലിപ്പൊടി. ഓക്കെ, നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചിട്ട് വരാം. വെള്ളം ചേർത്തരയ്ക്കണേ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയല്ലോ. എന്താണെന്നല്ലേ ഉണ്ടാക്കുന്നത്? ഞാനൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നല്ല ജീരകം ഇച്ചിരി ഇടണേ. ലേശം ക്യാമറ ഓണാണെന്ന് വിചാരിച്ചു, പക്ഷേ അത് ഓഫായിരുന്നു. ഓക്കെ, എന്നിട്ട് ഒരു സവാളയാണിത് സ്ക്വയർ പീസസ് ആയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് അയച്ചു കൊടുക്കുക. വേറൊന്നുമല്ല, നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മുട്ടക്കറിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് സൂപ്പർ മുട്ടക്കറിയാണ് കേട്ടോ. ഞാൻ ഒരിച്ചിരിയേ വെക്കുന്നുള്ളൂ. കാരണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മതിയല്ലോ, വളരെ കുറച്ച് മതി നമുക്ക്. അപ്പം അതൊന്ന് മൂക്കണം കേട്ടോ. ഇവിടെ ഉള്ളി ഒന്ന് മൂക്കണം, വഴലണം. മൂക്കുമല്ല ചെയ്യുന്ന വഴലാണ്. ശരി, ഒന്ന് മൂക്കട്ടെ. സവാള വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ അരച്ച് വെച്ച മസാലക്കൂട്ട്. ഓക്കെ, അതൊന്നാവട്ടെ. ഓക്കെ, കൂട്ടത്തിൽ വേറൊരു സാധനം കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ അതൊന്നാവട്ടെ. അപ്പോൾ കൂട്ടത്തിൽ നമുക്ക് ഒരു ടൊമാറ്റോ, തക്കാളി ഇല്ലേ, തക്കാളി ഒന്ന് അരച്ചതും കൂടെ ഇട്ട് കൊടുത്തേ. എന്നിട്ട് നമ്മുടെ ഇത് കഴുകിയിട്ട് ലേശം വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് വെള്ളം വറ്റുന്നത് വരെ ഇതൊന്ന് വഴറ്റണം. ഓക്കെ, ഓക്കെ, അതൊന്നാവട്ടെ. കൂട്ടത്തിൽ ഉപ്പ് ചേർക്കാൻ മറക്കണ്ടേ. ഞാനിത് ഇപ്പുറത്തടുപ്പിലോട്ട് എടുത്ത് വെക്കുവാണ്. ഇത് വലിയ അടുപ്പായതുകൊണ്ട് ഇപ്പുറത്തടുപ്പിലോട്ട് എടുത്ത് വെച്ചു. ഓക്കെ, അതൊന്നാവട്ടെ, കാണിച്ചു തരാം ഞാൻ. നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി എടുത്ത് നോക്കിയതിൻ്റെ ഒരു സൂപ്പറാണ്. നിങ്ങൾ ഉണ്ടാക്കി, നമുക്ക് 2 പേർക്കുള്ളവരെ ഉണ്ടാക്കിയോളൂ കേട്ടോ. അപ്പം നിങ്ങളിതേ കണക്ക് ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ഫീഡ്ബാക്ക് അറിയിക്കുക. വളരെ ചെറിയൊരു വീഡിയോ. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം ചേർക്കേണ്ടതെന്ന് വെച്ചാൽ അരച്ചെടുക്കേണ്ടുന്നത് മുളക്, മല്ലി, ഗരം മസാല, ഇഞ്ചി, വെളുത്തുള്ളി, വേണമെങ്കിൽ ഒരു കൊച്ചുള്ളിയും കൂടെ അരയ്ക്കാം. അത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കുക. എന്നിട്ട് നമ്മുടെ ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ജീരകം പൊട്ടിക്കണം. ജീരകം പൊട്ടിച്ചിട്ട് പിന്നെ നമ്മുടെ ഒരു സവാള ഈ 2 എണ്ണത്തിനെ ഞാൻ പറഞ്ഞു, 2 മുട്ടയ്ക്ക് ഒരു സവാള ഇച്ചിരി ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിട്ട്
അതിനെ വഴട്ടുക. വഴറ്റിയിട്ട് നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന ഇതില്ലേ, അരച്ച് വെച്ചേക്കുന്ന ആ പേസ്റ്റ് അതിനകത്തോട്ട് ഇടുക. എന്നിട്ട് കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയ ടൊമാറ്റോ ഞാൻ എടുത്തേക്കുന്നത്, അത് നല്ലപോലെ അരച്ച് അതിൻ്റെ പ്യൂരി അതിനകത്ത് ഒഴിക്കുക. എണ്ണ തെളിയിക്കുക, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതിനെ ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കുക. എന്നിട്ട് മുട്ട എടുത്തിടുക. തീർന്ന് പിന്നെ കറിവേപ്പില ഇടുക. ഓക്കെ, തന്നെ എന്ത് രസമുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതേ കണക്ക് ട്രൈ ചെയ്ത് സൂപ്പർ മുട്ടക്കറിയാണ്. വേറെ ആരുടെ ഐറ്റം അല്ല, ഇത് ലക്ഷ്മി നായർ മാഡത്തിൻ്റെ ഒരു റെസിപ്പിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഞാനും ട്രൈ ചെയ്തു, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.